സുനിൽ ഗവാസ്കർ, കപിൽ ദേവ്, സച്ചിൻ ടെണ്ടുൽക്കർ എന്നിങ്ങനെ നീളുന്ന ഇന്ത്യൻ മുൻ സൂപ്പർ താരങ്ങളുടെ പട്ടികയിലേക്ക് രണ്ട് പേരുകൾ കൂടി. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ റോക്കോ സഖ്യം. 2024 ICC T20 ലോകകപ്പിന് പിന്നാലെ കുട്ടി ക്രിക്കറ്റിൽ നിന്നും 2025 IPL-നിടെ ടെസ്റ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പതിയെ കാണാമറയത്തേക്ക്. രാജ്യാന്തര വേദിയിൽ ഏകദിന ക്രിക്കറ്റിൽ മാത്രമാണ് ഇരുവരും ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിക്കാത്തത്. ഇവരെ കൂടാതെ ഇന്ത്യൻ ടീം ഇല്ലെന്ന കാലഘട്ടം കഴിഞ്ഞു. പുതിയ താരങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു ഇന്ത്യൻ ക്രിക്കറ്റ്. ഇന്ത്യ എ ടീമിന്റെ പര്യടനങ്ങളും കളിക്കാരുടെ സാന്നിധ്യങ്ങളും സമീപ നാളുകളിൽ ഒന്നും ചർച്ചാ വിഷയമല്ല. എങ്കിലും ഓസ്ട്രേലിയ എ ടീമിനെതിരായ 3 മത്സര ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യ എ സംഘത്തിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉൾപ്പെടാതിരുന്നത് ചർച്ചയായി. ഇരുവരുടെയും താരപ്രഭയനുസരിച്ച് എ ടീമിൽ ഇടം നൽകേണ്ടതില്ല. എന്നാൽ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടണമെങ്കിൽ രഞ്ജി ട്രോഫി കളിക്കണമെന്ന ആവശ്യം ശിരസാ വഹിച്ചവരാണ് കോഹ്ലിയും രോഹിത്തും എന്നതും ശ്രദ്ധേയം. രഞ്ജി കളിച്ചെങ്കിലും പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. റോക്കോ കാലഘട്ടം കഴിഞ്ഞെന്നും ഇന്ത്യൻ ടീം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചെന്നും വ്യക്തമാക്കുന്നതാണ് BCCIയുടെ നീക്കങ്ങൾ. 2025 മാർച്ച് 9 നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിലാണ് രോഹിത്തും കോഹ്ലിയും ഇന്ത്യൻ ജേഴ്സിയിൽ ഇറങ്ങിയ അവസാന ഏകദിന മത്സരം. 2025 ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇന്ത്യക്ക് ഏകദിന മത്സരങ്ങൾ ഇതുവരെ കളിക്കേണ്ടി വന്നിട്ടില്ല. ചാമ്പ്യൻസ് ട്രോഫിയിൽ കോഹ്ലി 218ഉം രോഹിത് 180ഉം റൺസ് നേടി. ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് പ്രകടനങ്ങളിൽ കോഹ്ലി 2ാമതും രോഹിത് 4ാമതുമായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ കോഹ്ലി, രോഹിത് എന്നിവരെക്കാൾ ഇന്ത്യക്കായി ഏകദിന റൺസ് കൂടുതൽ നേടിയത് ശ്രേയസ് അയ്യറും ശുഭ്മാൻ ഗില്ലുമാണ്. ഇക്കാലത്തിനിടെ കോഹ്ലിക്ക് 1154ഉം രോഹിത്തിന് 1137ഉം ഏകദിന റൺസ് ഉണ്ട്. അതായത് ഏകദിനത്തിൽ ഇരുവരെയും തള്ളുക അത്ര എളുപ്പമല്ല. 38കാരനായ രോഹിത്തും 36കാരനായ കോഹ്ലിയും 2027 ICC ഏകദിന ലോകകപ്പ് വരെ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമോ എന്നതും സുപ്രധാന ചോദ്യം. 2027 ലോകകപ്പിന് മുൻപായി ഇന്ത്യക്ക് 24 ഏകദിന മത്സരങ്ങളുണ്ട്. അതിൽ പകുതിയോളം ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലാണ്. ഈ വർഷം അവസാനം ഓസ്ട്രേലിയൻ പര്യടനത്തോടെയാണ് ഇന്ത്യയുടെ 2027 ഏകദിന ലോകകപ്പ് മുന്നൊരുക്കം ആരംഭിക്കുക. ഓസ്ട്രേലിയ എക്കെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യ എ ടീമിനെ രജത് പാട്ടിദാറും തിലക് വർമ്മയുമാണ് നയിക്കുക. ആദ്യ മത്സരത്തിൽ പാട്ടിദാറും 2-3 മത്സരങ്ങളിൽ തിലക് വർമ്മയും. മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറിനും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിനും വ്യക്തമായ പദ്ധതികൾ ഉണ്ടെന്ന് തീർച്ച. ഏതായാലും ഓസ്ട്രേലിയൻ പര്യടനം ലക്ഷ്യമിട്ട് രോഹിത് ശർമ്മ ഒരാഴ്ച ബംഗളൂരുവിലുള്ള BCCI സെന്റർ ഓഫ് എക്സലൻസിൽ പരിശീലനത്തിലാണ്. Under-19 ക്യാപ്റ്റൻ ആയുഷ് മഹത്രേ, സർഫറാസ് ഖാൻ എന്നിവർക്കൊപ്പമുള്ള രോഹിത് ശർമ്മയുടെ ചിത്രങ്ങൾ ഈയിടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു.